നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. നമ്മൾ ഇപ്പോൾ യഹൂദനല്ലാത്ത, യഹൂദ മതാനുസാരി അല്ലാത്ത വിജാതീയരായ അന്തരീക്ഷ ശക്തികളുടെ കീഴിലായിരുന്ന നമ്മൾക്ക് വേണ്ടി നൽകിയ ഒരു സുവിശേഷം പൗലോസ് ലീഗയിലൂടെ ഇപ്പോൾ റോമ അധ്യായം തുടങ്ങി ഇതുവരെ നമ്മൾ 22ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞു. യാതൊരുവിധ അനുഷ്ഠാനവുമില്ലാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ആ സുവിശേഷം നാം ഇതുവരെ ഗ്രഹിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് മനസ്സിലാക്കി. അതായത് വിശ്വാസം, പ്രത്യാശ, ഇതിനേക്കാൾ വലുതാണ് സ്നേഹം. അനുഷ്ഠാനങ്ങളൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നേയില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ 14-ാം അധ്യായത്തിലെത്തിയിരിക്കുകയാണ്. 1 കൊരിന്തോസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന വാക്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എപ്പോഴും സ്നേഹമായി കിട്ടുക. ഇപ്പോൾ നമ്മൾ സ്നേഹമാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ഈ യേശു ക്രിസ്തുവിലേക്ക് എത്തുന്നതിൻ്റെ ഇത് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ സ്നേഹിച്ചാൽ മാത്രം മതിയോ? അല്ല, ആത്മീയ ദാനങ്ങൾക്കായി തീവ്രമായി അഭിലഷിക്കുകയും ആത്മീയ ദാനങ്ങൾ, ഭാഷാപരം, പ്രവചനപരം, പ്രബോധനങ്ങൾ, സുവിശേഷത്തിന് വേണ്ടിയുള്ള വരങ്ങൾ, ആത്മീയ വരങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രവചനപരം. ഇവിടെ ഈ പ്രബോധനമായാലും സുവിശേഷത്തിൽ പ്രവചനം എന്ന് പറഞ്ഞാലും വെളിപാടുകൾ എന്ന് പറഞ്ഞാലും എല്ലാം ഈ ഭാഷാപരം, അത് യേശു ക്രിസ്തു ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണെന്ന് പറയുമ്പോഴും എല്ലാം ഇവിടെ നടക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. പ്രവചനമായിട്ടും വെളിപാടായിട്ടും അല്ല, ഭാഷാപരത്തിലൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടും എല്ലാം ഇവിടെ സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. നമുക്കറിയാം ഈ സുവിശേഷം ഇത് ജീവനും ആത്മാവുമാണ്. അങ്ങയുടെ വാക്കുകൾ ജീവനും ആത്മാവുമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പത്രോസ് പറഞ്ഞിട്ടില്ലേ, അങ്ങയുടെ പക്കൽ നിത്യജീവൻ്റെ വചനങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ സുവിശേഷം നിത്യജീവൻ്റെ വചനങ്ങൾ, അതിൽപ്പെട്ട ഒരു ആത്മീയ വരമാണ് ഈ ഭാഷാപരം. ഈ ഭാഷാപരത്തിൽ സംസാരിക്കുന്നവൻ ശരിക്കും പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംസാരിക്കുന്നത്? അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഭാഷാപരം ലഭിക്കുന്നവൻ ആത്മാവിൽ പ്രചോദിതനായിട്ട് രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. രഹസ്യങ്ങൾ എന്താണ്? അവനില്ലേ പത്രോസിലേക്ക് മറ്റ് 12 അപ്പോസ്തലന്മാർക്ക് ലഭിക്കാതിരുന്ന യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആണ് രക്ഷ എന്ന് ഗ്രഹിക്കാതിരുന്ന ആ സുവിശേഷം, ആ രഹസ്യങ്ങൾ, ആ നിഗൂഢമായിരുന്ന ആ സുവിശേഷം പൗലോസ് ലീഗയിലൂടെ വെളിപ്പെടുത്തിയ ആ സുവിശേഷങ്ങൾ. പക്ഷേ ഇതാരാണ്? ഇത് ഭാഷാപരത്തോട് സംസാരിക്കുമ്പോൾ ഇത് ആ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആ പറയുന്നവനും ആ ദൈവവും അവൻ്റെ ആത്മാവും മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ഈ പ്രവചനം, അതായത് ഈ സുവിശേഷം നമ്മൾ മറ്റൊരാളോട് പ്രവചിക്കുമ്പോൾ, ഭാഷാപരത്തോടെ അല്ലാതെ പ്രവചിക്കുമ്പോൾ മനസ്സിലായോ, അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചിക്കുന്നവൻ അവൻ ജനത്തോട്, ആ സമൂഹത്തോട് സംസാരിക്കുന്നു. ഭാഷയുടെ അർത്ഥം ഗ്രഹിക്കാൻ ജനത്തിന് കഴിയില്ലല്ലോ. ആ ഭാഷാപരം സംസാരിക്കുന്നവൻ അവൻ്റെ തന്നെ ആത്മീയ വളർച്ച, അവൻ്റെ തന്നെ ഉത്കർഷത്തിന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ഈ സുവിശേഷത്തെക്കുറിച്ച് പ്രവചിക്കുന്നവനോ അവൻ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്നു. അപ്പോൾ പറയുന്നത് എന്താണ്? ഓരോരുത്തരുടെയും ആത്മീയ വളർച്ച, ആത്മീയ ഉത്കർഷം അവനവനുണ്ടാകാൻ വേണ്ടി ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് പൗലോസ് ലീഗ ആഗ്രഹിക്കുന്നു. എങ്കിലും മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണമെങ്കിൽ അത് പ്രവചനപരം തന്നെ വേണം. മനസ്സിലായ? പ്രവചിക്കണം. ഈ ഭാഷാപരത്തോടെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. നോക്കുമ്പോൾ എന്താണ്ട് ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കാനായിട്ട് തോന്നുള്ളൂ. പക്ഷേ അത് വിഭജിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് വ്യാഖ്യാനിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് ഉത്തമമാണ്. അപ്പോൾ ഭാഷാപരമുള്ളവനേക്കാൾ വലിയവനാണ് ഈ പ്രവചിക്കുന്നവനാണ്. മനസ്സിലായ? കാരണം ഈ പ്രവചിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് വിശദീകരിച്ച് കൊടുക്കാനും അവനത് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ടാണ് ഈ പ്രവചിക്കുന്നവനാണ് വലിയവനെന്ന് പറയുന്നത്. ഭാഷാപരം പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ അതൊരു വലിയ അടയാളമാണ്. അപ്പോൾ നമുക്ക് ആ ദൈവത്തെ, അതായത് അത് അവിശ്വാസികൾക്കുള്ള അടയാളമാണെന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അടയാളങ്ങൾ കാണുമ്പോഴാണല്ലോ ചിലർ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്? ഭാഷാപരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു. ഭാഷാപരത്തിൽ എന്താണുള്ളത്? ഈ സുവിശേഷത്തെക്കുറിച്ച്
സുവിശേഷ രഹസ്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, അത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. പക്ഷേ ഈ ജനത്തിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ജനത്തിന് വേണ്ട എന്താണ്? പ്രബോധനം, വിജ്ഞാനം, ഈ പ്രവചനം. എന്ത് വിജ്ഞാനം? സുവിശേഷം. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഇതെല്ലാം പറയുന്നത്, അല്ലേ? പ്രബോധനം, വിജ്ഞാനം, പ്രവചനം എന്ന് പറയുന്നതെല്ലാം ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇത് നൽകിയാലല്ലേ ഇതിന് പ്രയോജനമുള്ളൂ. ഭാഷാഭാരം കൊണ്ട് അപ്പോൾ അത് ദൈവത്തോട് നടത്തുന്ന സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങളുടെ വെളിപാടാണെങ്കിൽ പോലും യാതൊരു പ്രയോജനവുമില്ലാതാകുകയാണ് അവിടെ. നിങ്ങൾ നോക്കുക, രക്ഷയിലേക്ക് നയിക്കുന്ന, രക്ഷ നൽകുന്ന, നീതീകരിക്കപ്പെടുന്ന ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷമാണെങ്കിൽ പോലും ഇത് ഭാഷാഭാരത്തോടെ സംസാരിച്ചാൽ ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരുകയാണ്. മനസ്സിലായാണ്? അപ്പോൾ ഇത് അറിവായിട്ട് പറയണം, വിജ്ഞാനമായിട്ട് പകർന്നു കൊടുക്കുക, വ്യാഖ്യാനിച്ചു കൊടുക്കുക, വിവേചിച്ചു കൊടുക്കുക. ഇങ്ങനെ ആയാൽ മാത്രമേ ഒരുവന് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലയാ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, യാതൊരു മൂല്യവുമില്ലാത്ത ഒരപ്പം എടുത്ത് അവനത് ഭക്ഷിച്ചാൽ അവന് എന്ത് പ്രയോജനം? നമ്മൾ വീണ, കുഴൽ ഇങ്ങനെയുള്ള നാദങ്ങൾ അസ്വരം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ അപ്പം എടുത്ത് യേശു നൽകിയതാണെന്നും പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനം? അതിൽ നിന്നൊന്നും ലഭിക്കുകയില്ല. അല്ലേ? ഈ ഒരു രക്ഷ നൽകുന്ന സുവിശേഷം ഭാഷാഭാരത്തോടെ മനസ്സിലാകാതെ പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. കാഹളധ്വനി അസ്പഷ്ടമാണെങ്കിൽ യുദ്ധത്തിന് മുതിരുമോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ വിജ്ഞാനമാണ്, ഈ പ്രബോധനമാണ്, ഈ സുവിശേഷ പ്രസംഗമാണ്. അല്ലേ? അതില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അല്ലേ? ആ ഭാഷാഭാരത്തിൽ സുവിശേഷമുണ്ടെങ്കിലും അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഒരു രക്ഷയുമില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, വെറും ദൃശ്യമായ ഒരപ്പത്തിൽ എന്തുണ്ട്? അതിൽ ഒന്നുമില്ല. യേശുക്രിസ്തു ഇസ്രായേൽ ജനത്തോട് ചെയ്ത ഉടമ്പടി, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് ഇസ്രായേലിലെ ആളുകളുടെ അടുത്തേക്കാണ്, അല്ലാതെ തന്നെ അയക്കപ്പെട്ടിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നതെല്ലാം ഇസ്രായേൽ ജനത്തോടാണ്. ഇവിടെ അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ നാമത്തിലൊന്നിച്ച് കൂടുമ്പോൾ എപ്പോഴാണ്? നിങ്ങൾ ഈ 12 അപ്പസ്തലന്മാരെ വെച്ചിട്ട് 12 ഗോത്രങ്ങൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എല്ലാവരും അതുകൊണ്ട് ലോകമെങ്ങും പോയി പ്രസംഗിക്കാൻ പറയുന്നതുകൊണ്ടാണ് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടണം. അല്ലേ? അങ്ങനെ നിങ്ങളെല്ലാവരും, അവരെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യേണ്ടതാണിത്. അങ്ങനെ അവർക്കുള്ള അനുഷ്ഠാനങ്ങളെല്ലാം ആ വചനവും പെറുക്കിയെടുത്ത് ഈ ജനങ്ങൾക്ക് അപ്പം കൊടുക്കുമ്പോൾ അതിലൊന്നുമില്ല. അല്ല, യഥാർത്ഥമായ വചനം ഭാഷാവരത്തോടെ കൊടുക്കുമ്പോൾ പോലും മനസ്സിലാക്കാത്തവന് ഒന്നും പ്രയോജനമില്ല. ഇതേപോലെയൊക്കെ തന്നെയാണ് ഇതും. ഇവിടെ വേണ്ടത് വിജ്ഞാനം, വെളിപാട്, പ്രബോധനം. അതായത് ക്രൂശിതനെക്കുറിച്ചുള്ള ആ അറിവ് അത് വ്യക്തമാക്കി വിവരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. യേശുക്രിസ്തു അയക്കപ്പെട്ടത് അല്ല യഹൂദരുടെ അടുത്തേക്കാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എല്ലാ സുവിശേഷവും സംഭവിച്ചിരിക്കുന്നത്, എല്ലാ പ്രവൃത്തികളും. ആ പ്രവൃത്തികളുടെ പിറകെ പോയിട്ടല്ല. നമുക്ക് ഉള്ള സുവിശേഷം രഹസ്യമായിരുന്നു അന്നത്. ആ രഹസ്യമാണ്, മനസ്സിലായ? നമുക്ക് നൽകിയ സുവിശേഷം, പൗലോസിലൂടെ നൽകിയ സുവിശേഷം രഹസ്യമായിരുന്നു, മനസ്സിലായ? ആ രഹസ്യങ്ങളെക്കുറിച്ച് ഭാഷാപരത്തോടെ സംസാരിക്കുന്നു, അത് പ്രവചനത്തോടെ സംസാരിക്കുന്നു, വെളിപാട് ആയിട്ട് നൽകുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ അറിവുകൾ നമുക്ക് പകർന്ന് വിശദീകരിച്ച് നൽകുന്നതാണ് ഈ സുവിശേഷം. അതാണ് ഈ രക്ഷ. നിങ്ങൾ നോക്ക്, ദൈവം വചനമാണ്, മനസ്സിലായ? ആ ദൈവം അരുളി ചെയ്ത് പ്രകാശം ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ആ വെളിച്ചം ആരാണ്? ആ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വചനം, അത് ദൈവത്തിലുണ്ടായിരുന്ന വചനം, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അത് ഗ്രഹിക്കുക, ആ സുവിശേഷമായിട്ട്. അതാണ് നമ്മുടെ രക്ഷ. നമ്മുടെ പതിലുണ്ട് അർത്ഥമുള്ള അനേക ശബ്ദങ്ങൾ ലോകത്തിലുണ്ട്, മനസ്സിലായ? അനേക ഭാഷകളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഭാഷാപരം അതാണ്, അത് ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ഭാഷാപരമാണ്. അതിൽ പറയുന്നത് എന്താണ്? ഈ സുവിശേഷ രഹസ്യങ്ങളാണ്, മനസ്സിലായ? ആ യേശുക്രിസ്തു വന്നപ്പോൾ പത്രോസിനെ അറിയിക്കാതിരുന്ന, ആർക്കും അറിയാതിരുന്ന, ആ നിഗൂഢമായിരുന്ന ആ അജ്ഞാത ശക്തികൾക്ക്, സാത്താനിക ശക്തികൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഇപ്രകാരം ലോകത്തിലുള്ള ജനതകളെ മുഴുവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ കാര്യം ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അത് നിഗൂഢ രഹസ്യമായിരുന്നു. ആ രഹസ്യങ്ങളാണ് ഇപ്പോൾ പൗലോസിലൂടെ വെളിപ്പെടുന്നത്. അതാ പറഞ്ഞ ആ ഭാഷയുടെ അർത്ഥം, ആ അന്യഭാഷയിലൂടെ വരുന്നത് ഈ സുവിശേഷങ്ങളുടെ രഹസ്യങ്ങളാണ്. ഇത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്ല സംസാരിക്കുന്നവനും അവനും എല്ലാം അന്യനായിരിക്കും, അല്ലേ? ഇവിടെ ഒരു ക്രിസ്തുവിൻ്റെ ശരീരം രൂപപ്പെടുകയില്ല, അല്ലേ? ആ ഭാഷാപരത്തിൽ പറയുന്നവൻ മാത്രം, അവന് മാത്രം ആത്മീയ ഉത്കർഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ഇവിടെ ഒരിക്കലും നൽകപ്പെടാത്ത, നമുക്ക് വിജാതിയർക്ക് ഒരിക്കലും അനുഷ്ഠാനം നൽകിയിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ വെറുതെ കയറി ഒരു വചനവും എടുത്ത് അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പൗലോസ് പറഞ്ഞത്? ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിന് വേണ്ടി, അപ്പോൾ എന്താണ് ആത്മീയ കാര്യങ്ങൾ? എന്താണോ ആത്മീയദാനങ്ങൾ, അത് തന്നെയാണ് ആത്മീയ കാര്യങ്ങൾ. ആ പ്രബോധനം, ആ വിജ്ഞാനം, ആ സുവിശേഷം, അതാണ് ആത്മീയദാനം.
അല്ലേ? അതിൽ മുഴുകിയിരിക്കുമ്പോൾ, അപ്പോൾ അതിൽ മുഴുകിയിട്ട് നമ്മൾ സഭയുടെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം? നമ്മളിതെല്ലാം പ്രസംഗിക്കണം. ഈ സുവിശേഷം, ഈ യേശു ക്രിസ്തുവിൽ നിഗൂഢമായിരുന്ന ഈ സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ ഭാഷാപരത്തിലൂടെ നൽകുന്ന സുവിശേഷം പറയുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനുള്ള കഴിവ് കൂടി വേണ്ടി വരും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരാൾ ഭാഷാപരത്തോട് സംസാരിക്കും, പക്ഷെ അവൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ അവൻ്റെ മനസ്സ് പലരഹിതമായിരിക്കും. കാരണം അവനതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. വിശ്വാസികൾക്ക് അടയാളത്തിൻ്റെ ആവശ്യമില്ല, അല്ലേ? ഈ അടയാളന്മാർക്കാണ്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഇസ്രായേലിനായിരുന്നു. അവരെത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ നടത്തി. വീണ്ടും അവർക്ക് യേശു ക്രിസ്തു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു, എന്നിട്ടും അവർ ഗ്രഹിച്ചില്ല. അതാണ് ഇപ്പോൾ നൽകുന്ന സുവിശേഷത്തിലൂടെ ഒരു അടയാളവുമില്ല, അല്ലേ? ഇവിടെ കേൾവി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിലോടുള്ള കേൾവി, അതിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം, അതാണ് ഇവിടെ നീതീകരിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ടത് ഭാഷാപരത്തിലൂടെയുള്ള അടയാളങ്ങളല്ല, നമുക്ക് ആ സുവിശേഷം, ആത്മീയദാനങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടുകൾ, യേശുക്രിസ്തുവിൽ നിഗൂഢമായിരുന്ന രഹസ്യങ്ങൾ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന രഹസ്യങ്ങൾ, ഇതിൻ്റെ ജ്ഞാനമാണ്. നമ്മൾ ആത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം എന്താണ്? നമ്മൾ സുവിശേഷം ഗ്രഹിക്കുകയും അത് മനസ്സിലാക്കണം, വിവേചിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് ആത്മാവുകൊണ്ടും മനസ്സുകൊണ്ടും ആകുന്നത്. ആണ്, നിനക്ക് ആത്മാവുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്കർഷമുണ്ടാകും, പക്ഷേ മനസ്സിലാക്കാൻ കഴിയാത്ത അവനെന്ത് ഗുണമുണ്ടാകും? യാതൊരു ഗുണവും ഉണ്ടാവില്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അല്ലേ? അവരുടെ ഉത്കർഷം, അവരിന് വളർച്ച ഉണ്ടാകണം, ഉയർച്ച ഉണ്ടാകണം. അപ്പോൾ ഈ ഭാഷാപരത്തോടെ സംസാരിക്കുന്നത് നല്ലതാണ്, പക്ഷേ പൗലോസ്ലീഹ ഭാഷാപരത്തോടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ 1000 വാക്കുകൾ ഭാഷാപരത്തോടെ സംസാരിക്കുന്നതിനേക്കാൾ ഉചിതം എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അല്ലയാ, ബോധപൂർവം 5 വാക്കുകൾ അല്ലയാ സംസാരിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നതാണ്, അല്ലയാ. അപ്പോൾ അവനത് രക്ഷയ്ക്ക് ഉപകരിക്കും. ഈ സുവിശേഷം നൽകേണ്ടതിന് പകരം ഈ അനുഷ്ഠാനങ്ങളെ പെരുക്കി എത്രയോ ജനത്തെ ഇവർ വഴിതെറ്റിക്കുന്നു. ചിന്തയിൽ നിങ്ങൾ ശിശുക്കളാകരുത്, അല്ലയാ. ശിശുക്കളായിരിക്കുക, തിന്മ ചെയ്യുന്ന കാര്യത്തിൽ ശിശുക്കളായിരിക്കുക, പക്ഷെ ചിന്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പക്വമതികളായിരിക്കണം, അല്ലയാ. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, പക്വമതികളായിരിക്കണം. ഏതാണ്? സുവിശേഷത്തെ കുറിച്ചുള്ള ജ്ഞാനത്താൽ നിങ്ങൾ പക്വമതികളായിരിക്കണം. ഇസ്രായേൽ ദൈവത്തെ, യേശുക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയ ഇസ്രായേൽ നിയമത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അന്യദേശക്കാരുടെ, അന്യഭാഷക്കാരുടെ, അല്ലേ, വിജാതീയർ, ഇസ്രായേൽക്കാരല്ലാത്തവരുടെ നാവുകൾ, അധരങ്ങളിലൂടെ ഈ ജനത്തോട് പ്രസംഗിക്കും, അല്ലേ. അപ്പോൾ ഈ പൗലോസ്ലീഹയിലൂടെ ജ്ഞാനമുണ്ടായ ജനം ഈ യഹൂദരോട് പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലയാ. പക്ഷെ എന്നിട്ടും അവർ അത് ഗ്രഹിച്ചില്ല, അല്ലയാ. എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് ഈ കേൾക്കുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുക, അനുഷ്ഠാനങ്ങൾ ചെയ്യാനല്ല. ഭാഷാപരം അത് അവിശ്വാസികൾക്കാണ്, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ്. എന്തെങ്കിലും അടയാളം വേണമല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രവചനപരം അത് വിശ്വാസികൾക്കുള്ളതാണ്, അല്ലയാ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലയാ. അവിടെ പ്രവചനപരം എന്താണ് പ്രവചനം? അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, അല്ലാതെ അതാണ് നമ്മൾ രക്ഷിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും അപ്പമോ ആനപാത്രമോ അല്ല. ഇപ്പോൾ കുറേ അപ്പം കൊടുത്താലും ഇപ്പോൾ ഭാഷാപരത്തോടെ സംസാരിച്ചാലും ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ അപ്പത്തിലൊന്നുമില്ല. പക്ഷെ ഭാഷാപരത്തിൽ യേശുക്രിസ്തുവിന് സംസാരമുണ്ട്. പക്ഷേ ഇത് അല്ലേ, അതിപ്പോൾ വന്ന് കാണുന്നവർ മനസ്സിലായില്ലെങ്കിൽ ഇത് ഭ്രാന്താണെന്ന് വിചാരിക്കും, മനസ്സിലായ എന്ന് പറഞ്ഞ പോലെയാണ്. സത്യമുള്ളതാണെങ്കിൽ പോലും ഗ്രഹിക്കണം. അപ്പോൾ ഗ്രഹിക്കുന്നതിലാണ് രക്ഷ. നിങ്ങൾ നോക്ക്, ഒരു പ്രസംഗം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷ പ്രസംഗം പ്രവചിക്കുമ്പോൾ ഇവിടെ പ്രവചിക്കുന്നത് എന്താണ്? ആ രഹസ്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ എപ്രകാരമാണ് രക്ഷ ലഭിക്കുന്നത് എന്നുള്ള വിശദീകരണങ്ങളും എല്ലാം പറയുമ്പോൾ ഒരു അവിശ്വാസി വന്നിട്ട് കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെ പരിശോധിക്കാൻ കഴിയും. ഞാൻ ഇത്ര നാൾ എങ്ങനെയായിരുന്നു പോയിരുന്നത്? ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നോ? എൻ്റെ രക്ഷ എങ്ങനെയാണ് എന്ന് അവൻ ചിന്തിക്കാൻ കഴിയും. അതിനെന്ത് വേണം? ഈ സുവിശേഷ പ്രസംഗം വേണം. ഈ ജനത്തെ മുഴുവൻ അനുഷ്ഠാനങ്ങളിലൂടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ ഈ സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോലും നിൽക്കില്ല. അങ്ങനെ ഈ ജനത്തിന് ദൈവത്തെ സാഷ്ടാംഗം പ്രണമിക്കാനും ആരാധിക്കാനും കഴിയും. എങ്ങനെ? ഈ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, സുവിശേഷ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ, സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും രക്ഷയിലേക്ക് പ്രവേശിക്കും.
പക്ഷെ എന്താണ് ഈ സുവിശേഷം, ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, ഈ ക്രിസ്തുവിനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ, അതായത് ഈ യേശു ക്രിസ്തു ക്രൂസിൽ മരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം പൗലോസ്ലീഹ നമുക്കിതുവരെ നൽകിയ സുവിശേഷം. ഞാനിപ്പോൾ 22 ക്ലാസ്സുകളായിട്ട് ആ പൗലോസ്ലീഹയുടെ രക്ഷയിലേക്ക് നയിക്കുന്ന ആ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ ഇത് ഗ്രഹിക്കുമ്പോൾ അവൻ രക്ഷയിലേക്ക് പ്രവേശിക്കും. നമ്മൾ നോക്കാം, അവിടെ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അത് 12 ഗോത്രങ്ങൾ ഈ ലോകം മുഴുവൻ ചിതറിക്കപ്പെടുമെന്നുള്ള കാര്യം മുന്നമേ ദൈവത്തിനറിയാം. മനസ്സിലായ അവർ ഈ 48 പിന്നെയും ഒന്നിച്ചുകൂടിയത്. അപ്പോൾ ഇവർ ലോകമെങ്ങും പോയി, ഇന്ത്യയിലും തമിഴ്നാട്, കേരളം ഇവിടെയൊക്കെ വന്നില്ലേ. അപ്പോൾ ഈ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണ്ടേ, അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ, അതിന് കേരളത്തിലും വരണ്ടേ. അതേപോലെ യഹൂദർക്ക് അവർ ഒന്നിച്ചു കൂടുമ്പോൾ അവർ യേശു ക്രിസ്തുവിനോട് കൂടി ഒരുമിച്ച് ഇരിക്കവർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടും. 12 ഗോത്രങ്ങൾ ഒന്നിച്ചു കൂടും. അപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ മധ്യം ഉണ്ടാകും. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലേ, നവമായി ഞാൻ ഈ പാനം ചെയ്യും, മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് അന്ന് നവമായി പാനം ചെയ്യും. ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മുന്നേ പറഞ്ഞത്, ഞാൻ വന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ, അവരുടെ അടുത്തേക്കാണ് അയക്കപ്പെട്ടത്. നമ്മുടെ രക്ഷ അതിനു മുൻപേ, യുഗങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തുവിൽ തീരുമാനിച്ചു വച്ചിരുന്നു, അല്ലേ. അത് രഹസ്യമായിരുന്നു, നിഗൂഢ രഹസ്യമായിരുന്നു. അതാർക്കും അറിഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോൾ അത് നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് സുവിശേഷം. ഇവിടെ നമ്മൾ ഒന്നിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അപ്പം കഴിക്കാനല്ല. നിങ്ങൾ സമ്മേളിക്കുമ്പോൾ, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം മുറുക്കി ഭക്ഷിക്കാനല്ല. നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ സാരോപദേശമോ ഒരു വെളിപാടോ ഒരു സങ്കീർത്തനമോ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഭാഷയോ ആ ഭാഷയുടെ വ്യാഖ്യാനമോ ഇതെല്ലാം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ വളർച്ച. അല്ലാതെ അവർ ഭവനം തോറും ഒന്നിച്ചു കൂടി അപ്പം മുറിച്ചു. അവിടെ വല്ല പാനപാത്രം ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ എല്ലാം അവരുടെ അപ്പം മുറിക്കൽ അവരൊരു കുടുംബമായിട്ട് വളർന്നവരാണ്. നിങ്ങളൊന്നിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങളും പ്രഘോഷണങ്ങളും സാരോപദേശങ്ങളും വെളിപാടുകളുമാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഒരാൾ ഭാഷാവാർത്തകൾ സംസാരിക്കുമ്പോൾ 2-3 പേര് ഭാഷാവാർത്തകൾ സംസാരിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ച് കൊടുക്കണം. വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ നിശബ്ദരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ വെള്ളത്തിൽ മുക്കാനോ അപ്പം തീരാനോ കുമ്പസാരിക്കാനോ ഒന്നുമല്ല. അവിടെ ഏതെങ്കിലും ഒരു പുരോഹിതം മാത്രമായ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളൊന്നുമില്ല. ഇവിടെ ഓരോരുത്തരും മാറി മാറി സംസാരിക്കാം, വ്യാഖ്യാനിക്കാം, അല്ലേ. ആർക്ക് വേണമെങ്കിലും ഒരു വെളിപാടുണ്ടായി കഴിഞ്ഞാൽ, അല്ലേ, വ്യാഖ്യാനിക്കുന്നവൻ നിൽക്കണം, അവനത് പ്രസംഗിക്കണം, അല്ലേ. ഇങ്ങനെ എല്ലാവർക്കും പ്രവാചകരുടെ ആത്മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളെല്ലാം യേശു ക്രിസ്തുവിനറിയാം, ഇതെല്ലാം നിങ്ങൾ അപ്പം എടുത്ത് എല്ലാം പോകുന്നവറിയാം. അതിന് വേണ്ടിയിട്ടാണ് സുവിശേഷം നൽകിയത്. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് ഒന്നിച്ചു കൂടേണ്ടതിന് പകരം അവർ ഏതോ ഒരു അപ്പത്തിൻ്റെ മുന്നിൽ പെട്ട് കിടക്കുകയാണ്. ആ അപ്പത്തിലേക്ക് നോക്കി ജീവിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും, അല്ലേ, കഴിയും, അല്ലേ. എന്താണ് പ്രവചിക്കുന്നത്? സുവിശേഷം. അങ്ങനെ നിങ്ങൾ ആ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഏത് സുവിശേഷം? ആ യേശു ക്രിസ്തുവിൽ നിഗൂഢമായിരുന്ന രഹസ്യങ്ങളുടെ സുവിശേഷം. എന്തൊക്കെയാണ് നിഗൂഢമായിരുന്നത്? അതെല്ലാമാണ് ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ രക്ഷാപ്രകാരമാണ്. ഒരു അനുഷ്ഠാനവുമില്ലാതെ, ഒരു പ്രവൃത്തിയുമില്ലാതെ, കർത്താവ് നൽകുന്നൊരു ദാനമായിട്ട്, ഒരു നിയമവും നൽകാതെ, ഒരു നിയമം നൽകിയിട്ട് നിങ്ങൾ അത് തെറ്റിച്ച് വീണ്ടും പാപത്തിലേക്ക് പോകുന്ന ഒരു സിസ്റ്റവും ഇവിടെ നൽകാതെ, കേൾവിയും വിശ്വാസവും മാത്രമായിട്ട് തിന്മയിൽ നിന്ന് അകന്ന് അല്ലാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് മാത്രം കേട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നതല്ല. ഇവിടെ കൂട്ടായ്മ കൂടുമ്പോൾ, ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അപ്പം മുറിച്ച് ഭക്ഷിക്കാനല്ല. ഇവിടെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങളെല്ലാവരും ഈ അറിവും ജ്ഞാനവും നിറഞ്ഞ് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ വലിയ സമൂഹമായി മാറേണ്ടതിനാണ്. അങ്ങനെ മാറുന്ന നിങ്ങളുടെ ആത്മാവ് ദൈവത്തിലായിരിക്കും. നിങ്ങളുടെ ആത്മാവ് പോയ ദൈവത്തിലായിരിക്കും. ഇങ്ങനെയുള്ള സുവിശേഷമാണ്, നിഗൂഢമായിരുന്ന രഹസ്യങ്ങളാണ്. ഇപ്പോൾ 22 ക്ലാസ് ആയതുകൊണ്ട് ഇനിയും കടക്കുകയാണ് നിരവധി ക്ലാസ്സുകൾ. ഓരോന്നിലും ദൈവം നമ്മളെ അറിയിച്ചു തരുന്ന സുവിശേഷം ഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സമ്മേളനങ്ങളിൽ എന്തുമാത്രം അടിയും ബഹളവും കാശും പണവും ഇതെല്ലാം കൂടിയതാണ്. എന്നെങ്കിൽ നമ്മൾ നോക്ക്, ഇത് സമാധാനത്തിൻ്റെ ദൈവമാണ്, കോലാഹലത്തിൻ്റെ അല്ല. ഇവിടെ ഒരു കോലാഹലവുമില്ല. ഇവിടെ സുവിശേഷ പ്രസംഗമാണ്. ഒരാത്മാവാണ്, ഒരാത്മാവിനെ നയിക്കപ്പെടുകയാണ്. ഒരാത്മാവിലുള്ള സ്നാനമാണ്. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നയിക്കപ്പെടുന്നു. ഈ സുവിശേഷത്തിലൂടെ എല്ലാവരും ഒരാത്മാവായി തീരുന്നു. അല്ലേ? ഓരോ സഭകളിൽ അപ്പോൾ ഒരു സ്ത്രീകൾ സഭകൾ, വീടുകളിലെ സഭകളിൽ സ്ത്രീകളുണ്ടാവും. പക്ഷേ സമ്മേളിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ സംസാരിക്കാറില്ല. നിങ്ങൾക്കറിയാം. അപ്പോൾ അതങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ നോക്ക് ഈ പൗലോസ് ലീഗ അല്ലേ, ഇത്രയും അടിയും ഇടിയും കൊണ്ട് യുദ്ധം ചെയ്യുന്ന ആണുങ്ങളാണ് അല്ലേ, അവിടെ പെണ്ണുങ്ങളാണല്ല. അവിടെ സുവിശേഷം പരമേൽപ്പിച്ചിരിക്കുന്നത് പുരുഷന്മാരെയാണ്. അവരാണ് സമ്മേളനങ്ങളിൽ അല്ലേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് പഠിക്കട്ടെ എന്ന് മാത്രമല്ല, അവർക്ക് വീടുകളിൽ സംസാരിക്കാം, വീടുകളിൽ സംശയങ്ങൾ തീർക്കാം. അല്ല, സമ്മേളനങ്ങളിൽ അവിടെ സ്ത്രീകൾ സംസാരിച്ചിരുന്നില്ല. അപ്പസ്തോലന്മാരും എല്ലാവരും മരണത്തിന് എത്തിക്കപ്പെട്ടവരായി അല്ലേ. അതെല്ലാം സ്ത്രീകളാണോ? അല്ല, എല്ലാം അതാണ്. അവിടെ പുരുഷന്മാരെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഇവിടെ ചോദിക്കുന്നുണ്ട്, സ്ത്രീകളിൽ നിന്നാണോ ദൈവത്തിൻ്റെ ഉത്ഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അപ്പോൾ പുരുഷന്മാരിൽ നിന്നാണ് ആണ് അല്ലേ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് അറിയാൻ പാടുള്ള അജ്ഞാതമായ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ദൈവം യുഗങ്ങൾക്ക് മുമ്പേ നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ലേ, ആ ദൈവവചനം നമ്മിൽ ഉത്ഭവിച്ചു, നമ്മളെയാണോ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അല്ലേ, ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് പറയുന്നത് ദൈവം അയക്കണം. ഞാനാരായാലും വേറെ ആളായാലും നമ്മൾ ആത്മീയനെന്നോ പ്രവാചകനെന്നോ ധരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊന്നും ധരിക്കുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം അവിടെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എഴുതപ്പെട്ടിരുന്നതിൽ അംഗീകരിക്കണം അല്ലേ. സ്ത്രീകൾ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണതെല്ലാം. ദൈവം ഓരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ക്രമം അനുസരിച്ച് സൃഷ്ടിച്ചാണ്. അത് അംഗീകരിക്കുക, അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ കഴിവ്. അല്ലെങ്കിൽ നമ്മളായിട്ട് ഒന്നും സൃഷ്ടിക്കാനോ രീതികളുണ്ടാക്കാനോ നമ്മുടെ ഇതനുസരിച്ച് ആ യേശുക്രിസ്തു വെള്ളത്തിൽ സ്നാനം മുങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ മുങ്ങാൻ നിൽക്കരുത്. അവിടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. ആരോട് പറഞ്ഞോ അവർ ചെയ്യും. ഇവിടെ ഒരു വ്യത്യാസമില്ല. ഇവിടെ എന്താണോ അപ്പസ്തോലൻ പഠിപ്പിച്ചത് ഇത് അംഗീകരിച്ച് മതിയാവൂ. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അംഗീകരിച്ചില്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടുകയില്ല. നിൻ്റെ ഇഷ്ടമോ നിൻ്റെ ഹിതമോ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പെരുന്നാളും പ്രതിഷ്ഠയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അത്ഭുതങ്ങളൊക്കെ നടത്തും. അന്ധകാരശക്തി, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്, അതൊക്കെ ആ അരാജകത്തിൻ്റെ ശക്തി അതിപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. അതും വെളിപ്പെടുന്നത് ഇസ്രായേലിനെ പിടിപ്പിക്കാനായിരിക്കും. പക്ഷേ ഇപ്പോഴേ പ്രവർത്തിക്കുന്നുണ്ട്. അവനെല്ലാം ഈ വചനത്തിലൂടെ നയിക്കാതെ ഈ അല്ലേ അവർക്ക് വേളാങ്കണ്ണി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അവരിഷ്ടമുള്ളവരെ വിളിച്ചു കൂട്ടുകയും ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ടീമുകളിലൂടെ ഉണ്ടാവുകയും ചെയ്യും. ഭാഷാവരം നീക്കി കളയേണ്ട ആവശ്യമില്ല. ഭാഷാവരം അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. എല്ലാവരും പ്രവചനവരത്തിലൂടെ, എല്ലാവരും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ജ്ഞാനത്തിലൂടെ പോകാൻ വേണ്ടി ഈ പ്രവചനവരം, സുവിശേഷ രഹസ്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ രഹസ്യങ്ങൾ, ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അപ്പമോ സ്നാനമോ വെള്ളമൊഴിക്കലോ ഒന്നുമല്ല. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി, സ്തുതി, മഹത്വം.